ചൂടാണല്ലേ ചേട്ടാ. മക്കളെ ഇവരൊക്കെ എവിടെ പോയി കിടക്കേ? എപ്പൊ പോയതാണ്? എല്ലാം കഴിഞ്ഞ പർച്ചേസിങ് കഴിഞ്ഞ? പിന്നല്ലാതെ കല്യാണ പർച്ചേസിങ്ങിനല്ലേ പോയത്. എന്റെ പൊന്നു മക്കൾ എന്തുട്ടാ തിരക്ക് കടയിലൊക്കെ. എന്തോരം കല്യാണ പാർട്ടികൾ ഈ വേനൽക്കാലത്ത് ഇത്രയും ചൂടുണ്ടായിട്ടും നല്ല തിരക്ക കടയിൽ. ഒരു കണക്കിന് സ്വർണ്ണം എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് അവരാ വഴിക്ക് പോയി ഞങ്ങളും ഇങ്ങോട്ടും പോണു. ജാനു ഇന്ത്യ കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞ മോനെ ചെല്ലേ. ആ മോനെ അച്ഛനവൻ വന്നു, വെള്ളം എടുക്കാൻ പറഞ്ഞു. ആ ഇപ്പൊ കൊണ്ടുവരാ മോനെ. എന്തൊരു ചൂട്. രാവിലെ പോയതല്ലേ, ഭക്ഷണം വല്ലതും കഴിച്ചറിഞ്ഞ ചേട്ടാ. ചേച്ചി എവിടെ? ആ ചേച്ചി എന്റെ പൊന്നു ജാനു ഇന്ന് വെള്ളം കുടിച്ചു കൂട്ടിയൊരു കണക്കില്ല. അമ്മ അതിന് ചൂടാർന്നു. ഭക്ഷണം കഴിച്ചതാ. ഒടുക്കത്തെ ചൂട്. അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് എത്ര നേരെന്നറിയാമോ. ദേഷ്യം വന്നിട്ട് പറഞ്ഞില്ല. ഞാൻ മക്കൾക്ക് ഭക്ഷണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? നീ എന്നിട്ട് പരതണേ കവറിലുണ്ട് മോനെ തിന്നാൻ. എന്തോ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ. അതൊക്കെ ചട്ടുമേടിക്ക് വെച്ചത് കേട്ടാ. ചൂട് സഹിക്കാൻ പറ്റണില്ല. റോസ് കവറിലത്തെയാണ് നിങ്ങൾ രണ്ടുപേർക്കിടെ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. നേരെ നോക്കി നേരെ വെക്ക്. ജാനു ആ ചേച്ചി ഞാനും ചേട്ടനും വൈകുന്നേരം വീട്ടിലേക്ക് പോകൂട്ടാ. ഇനിയിപ്പോ 2 ദിവസത്തിനുള്ള കല്യാണത്തിന്. അമ്മയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ, അനിയത്തിക്കാണെങ്കിൽ അതിലും വലിയ ടെൻഷൻ. അവൾക്ക് ദിവസം എടുക്കും തോറും നല്ല ടെൻഷനാ. അപ്പൊ ഞങ്ങള് ചേട്ടനും ഞാൻ കൂടി അങ്ങോട്ട് ചെല്ലും. അമ്മയ്ക്കൊരു സഹായം, ചേട്ടൻ അച്ഛനൊരു സഹായം ചേട്ടനോട് ഉണ്ടെങ്കിലേ. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടാ. പിള്ളേര് വരുന്നില്ല. അവൾക്ക് നാളെ ട്യൂഷനുണ്ട്. നാളെ മറ്റന്നാൾ ട്യൂഷനുണ്ട്. അപ്പൊ അവള് കല്യാണത്തിന് തലേന്ന് അവളും അവനും വരുന്നുള്ളൂ. അപ്പൊ നീ മക്കളെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, വൈകുന്നേരം പിള്ളേര് പുറത്തു പോകാണ്ട് നോക്കണം. അവനൊട്ടും പുറത്തേക്ക് വിടരുത്, കേട്ടില്ലേ? എന്റെ ചേച്ചി നിങ്ങൾ രണ്ടാളും സമാധാനമായിട്ട് പോയിക്കോ. മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവരെൻ്റെ അടുത്ത് കുറുമ്പൊന്നും കാണിക്കില്ല. ആ നീ ഇതിപ്പോ പറയും, നാളത്തോടെ നീ എന്നെ അങ്ങോട്ട് വിളിക്കും ഇവര് തലക്ക് തൊരുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. ആ ചേച്ചി ആഗ്രഹിച്ച കളർ തന്നെ കിട്ടിയ സാരി? ആ ആഗ്രഹിച്ച കളർ തന്നെ കിട്ടി. എന്നാലും ചെറുതായിട്ടൊരു കളർ, ഒരു ലൈറ്റ് കളർ കിട്ടിയത്. എന്നാലും കുഴപ്പമില്ലടി, നല്ല സെലക്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി ഡ്രസ്സുകളൊക്കെ. നിന്റെ പണി നടക്കട്ടെ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ചൂടെടുത്തിട്ട് വെള്ളം ഒന്ന് കുളിക്കണം. ഞാനിപ്പോ വരാട്ടാ. ചേച്ചി പോയി കുളിക്കും. ഞാൻ അപ്പോഴേക്കൊരു ചായ ഇടാം. അവർക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടമായി കണ്ട പിള്ളേരെ കാര്യം അവിടെ കേട്ടെ. പിള്ളേർക്ക് ഇഷ്ടമായി. ഇതൊക്കെ എടുത്ത് അലമാരിക്കൊക്കെ കേട്ടെന്നാ. ഒരു കാര്യം ചെയ്യ്, ആ ജാനുവിന്റെ ഡ്രസ്സ് കൊടുത്ത. നമ്മള് വൈകിട്ട് പോകുന്നതല്ലേ. ഇപ്പൊ കൊടുക്കണോ? അവൾക്ക് ബ്ലൗസ് ഒക്കെ തയ്ക്കണ്ടല്ലേ. എന്തായി പറയുന്നത്? കൊടുക്കാല്ലേ? ആ കൊടു. ഇപ്പൊ കൊടുക്കൊരു സന്തോഷാവട്ടെ. ഓ ചെല്. ജാനു എന്താ ചേച്ചി? ഇത് നിനക്ക് മക്കൾക്കുള്ള ഡ്രസ്സാണ്. ഇതൊന്ന് ഇഷ്ടായി നോക്കിയേ ചേച്ചി. എനിക്കും മക്കൾക്കാ. അതിന് ഞാൻ കല്യാണത്തിന് വരണോ? പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് നീയും മക്കളും വരാണ്ട് നീ എന്താ ജാനു പറയുന്നേ? അതല്ല ചേച്ചി, എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് ഇപ്പൊ 9-10 കൊല്ലാവാൻ പോണു. ഇന്ന് വരെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ കല്യാണങ്ങളോ ഒരു പരിപാടിയോ എൻ്റെ വീട്ടിലായാൽ പോലും ഒരു പരിപാടിക്ക് എന്നെ മക്കളെ വിളിക്കാറില്ല. ചേച്ചിക്ക് അറിയാല, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ.
പക്ഷെ ആള് പോയിട്ട് ഇത്രയും വർഷമായില്ലേ. എത്രയോ പരിപാടി എൻ്റെ ആളുടെ വീട്ടിൽ കഴിഞ്ഞെന്നറിയാമോ? ഒരു പരിപാടി ഞങ്ങൾ വിളിക്കാറില്ല. എൻ്റെ മക്കളുടെ സ്കൂളിൽ നിന്നൊക്കെ ഓരോരുത്തർ അവരുടെ അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലൊക്കെ പോയി നിൽക്കല്, കല്യാണങ്ങൾ കൂടല്, ഓണം വിഷു അതൊക്കെ വന്ന് അവർ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ ആരും വിളിക്കണില്ല ഒരു പരിപാടിക്ക്, ഞങ്ങൾക്ക് പോവാനൊരു ഇടമില്ല. എന്നോ ചെയ്തൊരു തെറ്റിന്റെ പേരിലാണ് എല്ലാരും കൂടി ഞങ്ങളോട് ഒറ്റപ്പെടുത്തണ. വർഷം ഇപ്പം എത്ര ആയെന്നറിയാമോ ചേച്ചി? ആളാണെങ്കിൽ പോവുകയും ചെയ്ത്. പക്ഷെ എന്നിട്ടും എന്നെ മക്കളെ ശിക്ഷിച്ച് കഴിഞ്ഞില്ല അവർക്ക്, എൻ്റെ കുടുംബക്കാർക്കും ആളുടെ കുടുംബക്കാർക്കും. ഇപ്പൊ ചേച്ചി അനീത്തര കല്യാണം വിളിച്ചു കഴിഞ്ഞപ്പോ ഡ്രസ്സൊക്കെ എടുത്തന്നപ്പോ എൻ്റെ മക്കൾക്കൊരു നല്ല ഡ്രസ്സോ നല്ലൊരു ഭക്ഷണം പോലും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റാറില്ല. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മക്കള് പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കണം. ഒരു വീട്ടുവേലക്കാരിയോടൊന്നും ഇത്രയ്ക്ക് സ്നേഹമൊന്നും ആരും കാണിക്കാറില്ല. എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ മക്കളുടെ അച്ഛൻ്റെ കുടുംബക്കാർക്കോ തോന്നാത്ത ദയാണ് ചേച്ചിക്ക് തോന്നിയത്. ചേച്ചിയുടെ വീട്ടിലെ കല്യാണം വിളിക്കാനും എന്നെ മക്കളതിനകത്ത് പങ്കെടുപ്പിക്കാനും നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാനും തോന്നിയില്ല ചേച്ചി. ചേച്ചിനെ കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കും. എൻ്റെ ജാനു, നീ എനിക്കിവിടെ വേലക്കാരിയാണോ? നീ അങ്ങനെ പറയല്ല, നീ എനിക്കിവിടെ വേലക്കാരിയല്ല. ഇത് കണ്ട ചേട്ടവള് പറയണത് നമ്മുടെ വേലക്കാരിയാണെന്ന് അവള്. ജാനു, ഞാൻ നിന്നെ എൻ്റെ അനിയത്തിയായിട്ടാ കണ്ടേക്കണേ. എൻ്റെ വീട്ടിലൊരു കല്യാണം വരുമ്പോ അത് എൻ്റെ അനിയത്തിയുടെ കല്യാണം ആകുമ്പോ അത് നിന്റെ അനിയത്തി തന്നെയല്ലേ? നീ എനിക്ക് അനിയത്തിയാണെങ്കിൽ എൻ്റെ അനിയത്തി നിനക്ക് അതുപോലെ തന്നെ അല്ലേ ജാനു? അപ്പൊ എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ നീയും മക്കളും ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ പോയി സന്തോഷമായിട്ട് കൂടണേ? അതുപോലെ ഞങ്ങൾക്ക് കല്യാണത്തിന് വിവാഹ വസ്ത്രങ്ങളൊക്കെ എടുക്കുമ്പോ നിനക്ക് മക്കൾക്ക് എടുക്കാണ്ടിരിക്കുവോ ഞാന്? ഒരിക്കലും നീ അങ്ങനെ കരുതരുത്. നീ ഇല്ലാണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയടി പോണേ? എൻ്റെ ജാനു, നീ ഞങ്ങൾക്കൊരു അന്യല്ല, അതാദ്യം മനസ്സിലാക്കുക. നീ ഞങ്ങളുടെ കൂടപ്പുറപ്പ് തന്നെ. എൻ്റെ കുടുംബത്തായാലും എൻ്റെ ഫാമിലിപ്പെട്ട ഏതൊരു കുടുംബത്തായാലും ഞാനും മക്കളും ചേട്ടനൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നീയും മക്കളും ഉണ്ടാകും. ഇന്നുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കണേ? ആരില്ലാന്നൊരു തോന്നലൊന്നും വേണ്ട കേട്ടാ. നമ്മൾക്ക് ആരില്ലാന്ന് നമ്മൾ തന്നെ സ്വയം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അങ്ങനെ ആദ്യം ചിന്തിക്ക്. ഇതുവരെ നീ എത്തിരി നിന്റെ മക്കളെയും കൊണ്ട് ഇനി നിനക്ക് പറ്റും മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കല്യാണത്തിന്റെ തലേദിവസം നമ്മൾ വണ്ടി വരും. അപ്പൊ മക്കളെ കൂടെ നീയും പോരണം. പറ്റില്ലെന്ന് പറയരുത്, ഉണ്ടാവണം. കേട്ടല്ല? കേട്ടില്ലേ നീ? എന്നാ നീ ഒരു സന്തോഷമായിട്ട് നീ വാങ്ങിച്ച ഇത് ഇന്ന് തന്നെ തയ്ക്കാൻ കൊടുക്കട്ടാ. സന്തോഷമായിട്ട് വാങ്ങിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെയാണ് ഞാനും. അപ്പൊ നീ വാ, റെഡിയാ. ശരി കേട്ടാ. ഞാൻ പോയി ഡ്രസ്സ് മാറ്റി ഞാൻ പോവാൻ നോക്കട്ടെ. പറഞ്ഞ പോലെ ഒക്കെ ചെയ്യട്ടാ. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ? അപ്പൊ കല്യാണം നമുക്ക് അടിച്ചു പൊളിച്ച് കൂടണം. ഓക്കെ? ശരി ചേച്ചി. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. ഓർക്കുക, പണക്കാരനായാലും പാവപ്പെട്ടവനായാലും മരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് 6 അടി മണ്ണിലാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുക.